Hi all. Today I am going to give the lecture notes on distributed computing. Let's move on to the topics included for the first module. First module is distributed system basics and computation model. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത് ഡെഫിനിഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം റിലേഷൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പോണൻസ് മോട്ടിവേഷൻ primitives design issues challenges etc. Then next is second part is model of distributed computations, distributed program, model of distributed executions, models of communication networks, global state of a distributed system, cuts of a distributed computation, past and future concept and event, models of process communication. Let's move on to each topic in detail. Before going into each topic, just look on to the syllabus. CST 402 is the code of distributed computing. Credit is 3. The course outcomes are actually 6 outcomes. ഇപ്പം നമ്മൾക്ക് ഓരോ ടോപ്പിക്കിലേക്കും പോവാം. ഫസ്റ്റ് ടോപ്പിക് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഡെഫിനിഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം? A distributed system is a collection of independent entities that cooperate to solve a problem that cannot be individually solved. ഒരു കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ എല്ലാ എന്താ സിസ്റ്റംസും അല്ലെങ്കിൽ എൻറ്റിറ്റീസും അത് ഒരുമിച്ച് നിന്ന് കോപ്പറേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ അതിനെ ആ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലി അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ആയിരിക്കും ഈ കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിസ്റ്റവും അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റീസും അവർ അതിൻ്റെതായിട്ടുള്ള വർക്കിംഗ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പ്രോബ്ലം വരുമ്പോൾ അവർക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഡിപ്പെൻഡബിൾ ആയിട്ട് അല്ലെങ്കിൽ വേറെ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. For computing systems, a distributed system has been categorized in one of the several ways. A collection of computers that do not share common memory or a common physical clock that communicate by message passing over a communication network, and where each computer has its own memory and runs its own operating system. ഓൾറെഡി മെൻഷൻ ചെയ്തതിനാണ് ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് ഷെയർ കോമൺ മെമ്മറി. അവർക്ക് കോമൺ മെമ്മറി ഉണ്ടാവില്ല, കോമൺ ഫിസിക്കൽ ക്ലോക്ക് ഉണ്ടാവില്ല. അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെസ്സേജ് പാസിംഗ് വഴിയാണ്. ഒരു നെറ്റ്വർക്ക് വഴിയായിരിക്കും അവർ കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. അവർ മെസ്സേജ് പാസിംഗ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ സിസ്റ്റത്തിനും പക്ഷെ അതിൻ്റെതായിട്ടുള്ള മെമ്മറി ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും പല കമ്പ്യൂട്ടേഴ്സിനും ഉണ്ടാവുന്നത്. അവർക്ക് കോമൺ മെമ്മറി ഉണ്ടാവില്ല. കോമൺ മെമ്മറി മീൻസ് ദേ ഡു നോട്ട് ഷെയർ കോമൺ മെമ്മറി. അതുപോലെ കോമൺ ഫിസിക്കൽ ക്ലോക്ക് ആയിരിക്കില്ല. ദേ ആർ ഇൻ ഡിഫറെന്റ് പ്ലേസസ്, സോ ദെയർ ക്ലോക്ക് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് അതൊന്നുകൂടെ explain ചെയ്യാം. A collection of independent computers that appears to be to the users of the system as a single coherent computer. ഒരു യൂസറിന് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ അവർക്ക് ഒരു സിംഗിൾ സിസ്റ്റം ആയിട്ടായിരിക്കും അവർ കാണുന്നത്. ഫ്രം ദെയർ വ്യൂ ഓഫ് പോയിന്റ് ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് എ സിംഗിൾ കൊഹറന്റ് സിസ്റ്റം. അവർക്ക് അത് അങ്ങനെയായിരിക്കും അവർ വ്യൂ ചെയ്യുന്നത്. A term that describes a wide range of computers from weakly coupled systems such as wide area networks to strongly coupled systems such as local area networks. That means that ഈ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെസ്സേജ് പാസിംഗ് വഴിയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ. അപ്പോൾ അതിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക്സും അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് അങ്ങനെ ഒന്നും ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. അവർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിലും അതുപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്സിലും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കും. A distributed system can be categorized as a collection of mostly autonomous processes communicating over a communication network and having the following features. അപ്പൊ നമ്മൾക്ക് ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും, അത് ഒരു കളക്ഷൻ ഓഫ് ഓട്ടോണമസ് പ്രോസസ്സേഴ്സ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓവർ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓട്ടോണമസ് മീൻസ് ദേ ആർ ആക്ച്വലി ഇൻഡിപെൻഡന്റ്. അവർക്ക് അവരുടേതായിട്ടുള്ള മെമ്മറി ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താ പറയാ
cooperate with other systems. And the features include no common physical clock, no shared memory. Already mentioned all these points. Geographical separation already നമ്മൾ പറഞ്ഞതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോസസ്സേഴ്സ് പല എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റത്തിലുള്ള പ്രോസസ്സേഴ്സ് പല പ്ലേസുകളിലായിരിക്കും. അപ്പൊ അവർക്ക് എന്താ പറയാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് തന്നെ നെസസറി ആവണം എന്നില്ല. ഇപ്പോ റീസെന്റ് നമുക്ക് പറയാൻ പറ്റുന്നത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് വർക്ക് സ്റ്റേഷൻസ് ഉണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത്രയും കൂടുതൽ സ്മോൾ ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഓട്ടോണമി ആൻഡ് ഹെട്രോജിനിറ്റി. The processes are loosely coupled in that they have different speeds and each have been running a different operating system. They are usually not part of dedicated system but cooperate with one another by offering services or solving a problem jointly. ഓട്ടോണമി ആൻഡ് ഹെട്രോജനിറ്റി എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ലൂസ്ലി കപ്പിൾഡ് ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ പ്രോസസ്സേഴ്സിന്റെ സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അവരെന്താ ചെയ്യുക, അവരെ കോപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ സർവീസസ് എല്ലാം ഷെയർ ചെയ്തിട്ടാണ് അവര് വർക്ക് ചെയ്യുന്നത്. അതാണ് ഓട്ടോണമി ആൻഡ് ഹെട്രോജനിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ടിപ്പിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ആക്ച്വലി processors and memory ആണ് നമ്മൾ സെപ്പറേറ്റ് സിസ്റ്റം ആണ്. സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് processor and actually മെമ്മറി. ഒരു മെമ്മറി പ്രോസസ്സിംഗ് കൊണ്ടാണ് ഒരു സിസ്റ്റം കാണിച്ചിട്ടുള്ളത് ഇവിടെ. അവർ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു നെറ്റ്വർക്ക് വഴിയാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് തന്നെ വേണമെന്നില്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഓഫ് വർക്ക് സ്റ്റേഷൻസും ക്ലസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. They communicate by making use of message passing service. This figure, the next is the figure which shows the relationship of software components that run on each of the computers. ഈ ഫിഗറിൽ നമ്മൾ കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ ടേംഡ് ആസ് മിഡിൽ വെയർ. മിഡിൽ വെയർ ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് use ചെയ്യുന്നത്. Okay, a distributed execution is the execution of process across the distributed system to collaboratively achieve a common goal. ഇവിടെ ഒരു എക്സിക്യൂഷന് പറയുന്ന ടേം ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Okay, middleware is the distributed software that drives the distributed system, which provide transparency of heterogeneity at the platform level. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് ആക്ച്വലി ഡയറക്ട്ലി അല്ല മിഡിൽ വെയർ വഴിയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ വെയറിൽ ആക്ച്വലി ഒരുപാട് ലൈബ്രറീസ് ഉണ്ടാവും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും, ബട്ട് ദേ കമ്മ്യൂണിക്കേറ്റ് ടുഗദർ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഡിൽ വെയർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ലൈബ്രറീസ് ആണ് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. The interaction of the software with the system components at the processor level is actually shown in the figure. Here we assume that the middleware layer does not contain the traditional applications layer functions of the network protocol stack such as HTTP, Mail, FTP and Telnet. ഇവിടെ മിഡിൽവെയറിന്റെ ലെയർ കണ്ടിട്ടുണ്ടല്ലോ, ആ ലെയർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്താ പറയാ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ നെറ്റ്വർക്ക് സ്റ്റാക്കിലുള്ള പോലെ തന്നെ HTTPയോ മെയിലോ അല്ലെങ്കിൽ FTP ആൻഡ് ടെൽനെറ്റ് ഒന്നും ആക്ച്വലി ഇല്ല എന്നുള്ളതാണ്. പിന്നെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ലെയറിന്റെ അവിടെ കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഫിസിക്കൽ ലെയർ കൂടി ഉണ്ട് കേട്ടോ, ഇൻ ബിറ്റ്വീൻ ആക്ച്വലി അണ്ടർനീത്ത് ഓഫ് ഡേറ്റ ലിങ്ക് ലെയർ. Various primitives and calls to functions defined in various libraries of the middleware layer are embedded in the user program code. എങ്ങനെയാണ് ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് കോൾസ് ആൻഡ് പ്രിമിറ്റീവ്സ്, റൈറ്റ്? അപ്പൊ അതെല്ലാം ഈ ലൈബ്രറീസ് ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. There exist several libraries to choose from to invoke primitives for more functions. ഇപ്പൊ ഈ പ്രിമിറ്റീവ്സിന് ഇൻവോക്ക് ചെയ്യുന്ന ലൈബ്രറീസ് എല്ലാം, പ്രിമിറ്റീവ്സ് മീൻസ് അവര് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് എന്നുള്ളത്
അത് പ്രിമിറ്റീവ്സ് ഇൻവോക്ക് ചെയ്തിട്ടാണ് പറ്റുള്ളൂ. അപ്പൊ ആ ലൈബ്രറീസ് എല്ലാം മിഡിൽ വെയറിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിഡിൽ വെയർ ആണ് എന്താണ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. ലൈബ്രറീസ് എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് മിഡിൽ വെയർ ലെയറിലായിരിക്കും. ഇതൊരു ലേഡ് ആർക്കിടെക്ചർ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ലേഡ് ആണ്. There exist several libraries to choose from to invoke primitives for more common functions such as reliable and normal multicasting of the middleware layer. Examples of middleware include object management group, common object request block architecture, remote procedure call, message passing interface, etc. Motivation. The motivation for using a distributed system is actually given below. First one is inherently distributed computations. Inherently distributed computations means in many applications such as money transfer in banking or reaching consensus among parties that are geographically distant, the computation is inherently distributed. That is, പല ഇപ്പൊ ഇവിടെ ബാങ്കിങ്ങിന്റെ കേസ് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ പ്രോസസ്സസ് എല്ലാം പല പല സ്ഥലങ്ങളിലായിരിക്കും, ദൂരെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ അവരെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഡിസ്ട്രിബ്യൂട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റംസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് കമ്പ്യൂട്ടേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇൻഹെറന്റ്ലി ഡിസ്ട്രിബ്യൂട്ട് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. Next is resource sharing. Resources such as peripherals, complete data sets in databases, special libraries, as well as data cannot be fully replicated at all the sites because it is often neither practical nor cost effective. റിസോഴ്സ് ഷെയറിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കാം. ഇത് ഒരു സിസ്റ്റത്തിലുള്ള റിസോഴ്സസ് ആയിരിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ റിസോഴ്സും ചിലപ്പോൾ അടുത്ത സിസ്റ്റത്തിൽ അവൈലബിൾ ആവണം എന്നില്ല. റെപ്ലിക്കേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ആവണം എന്നില്ല. പല പല സ്ഥലങ്ങളിലിരിക്കുന്ന സിസ്റ്റംസ് ആണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ റിസോഴ്സ് ആയിരിക്കില്ല മറ്റേ അടുത്ത സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഒന്നല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് കോസ്റ്റിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ വേണമെങ്കിൽ ഒരു സിംഗിൾ സിസ്റ്റത്തിൽ എല്ലാ റിസോഴ്സും കൂടെ ഇട്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവിടെ ട്രാഫിക് കൂടുതലായിരിക്കും. എല്ലാ റിസോഴ്സസും അവിടെ ആയതുകൊണ്ട് പല സിസ്റ്റംസും റിസോഴ്സസ് റിക്വസ്റ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ സൈറ്റിലേക്ക് ആവുമ്പോൾ അവിടെ ബോട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കേസസിൽ പറയുന്നത് റിസോഴ്സസ് പല സിസ്റ്റത്തിലായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇൻ കേസ് ദേ നീഡ് എനി റിസോഴ്സസ് they have a request from the other system or entity for working. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്സസ് ടു ജോഗ്രഫിക്കൽ റിമോട്ട് ഡേറ്റ ആൻഡ് റിസോഴ്സസ്. ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഡേറ്റ റിപ്ലിക്കേഷൻ ഓരോ സൈഡിലും പോസിബിൾ അല്ല ആക്ച്വലി. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സെൻട്രൽ സെർവർ ഉണ്ടാവും. ആ സെൻട്രൽ സെർവറിൽ നിന്നായിരിക്കും ചിലപ്പോൾ അവർക്ക് ഡേറ്റാസ് എടുക്കാനായിട്ട് ആക്സസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ സെർവർ മീൻസ് അവിടെ ആയിരിക്കും, സെൻട്രൽ സെർവറിലായിരിക്കും കൂടുതൽ ഡേറ്റാസ് ഉള്ളത്. അപ്പൊ ആ ഡേറ്റാസിലും ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഇംപ്ലിമെന്റ് ദാറ്റ് വൺ. ബിക്കോസ് കോസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സെൻട്രലൈസ് സെർവർ യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഡേറ്റ റെപ്ലിക്കേഷന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓരോ സൈറ്റിലും ഡേറ്റാസ് റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർവർ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡേറ്റാസിനെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റിമോട്ട് ഡേറ്റാസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ബാങ്കിന്റെ കാര്യം. അപ്പൊ അങ്ങനെ ഉള്ള കേസുകളിലൊക്കെ എന്താ പറയാ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് certain ലൊക്കേഷൻസിൽ ഉണ്ടാകുന്ന. അവരായിരിക്കും സെൻട്രൽ സെർവറായിട്ട് ആക്ട് ചെയ്യുന്ന. അവിടെ നിന്നായിരിക്കും ഡേറ്റാസ് അവർക്ക് എടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇസ് എൻഹാൻസ് റിലയബിലിറ്റി. A distributed system has the inherent potential to provide increased reliability because of the possibility of replicating resources and executions, as well as the reality that the geographically distributed resources are not likely to crash or malfunction at the same time under normal circumstances. ഈ റിസോഴ്സസ് എല്ലാം നമുക്ക് എന്താ പറയാ ഈസിലി ഷെയർ ചെയ്തിട്ട് റിമോട്ട് ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് റിസോഴ്സസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഒരു സിസ്റ്റം എന്താ പറയാ ക്രാഷ് ചെയ്താലും അവർക്ക് വേറൊരു സിസ്റ്റത്തിന് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് വേറൊരു സിസ്റ്റത്തിൽ നിന്നും ഡേറ്റാസ് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് കുറച്ചുകൂടെ റിലയബിലിറ്റി
ഇവിടെ പോസിബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇൻ ദ കേസ് ഓഫ് അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ഫോൾട്ട് ടോളറൻസ്, which availability means the resources should be accessible at all times. അപ്പം അവിടെ റിസോഴ്സസ് എപ്പോഴും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ the value, the state of the resource should be correct. In fact, in the face of concurrent access from multiple processes as per the semantics expected by the application. Next is fault tolerance, the ability to recover from the system failures, where such failures may be defined to occur in one of many failure models. Increased performance by cost ratio. By resource sharing and accessing geographically remote data and resources, the performance by cost ratio is increased. Although higher throughput has not necessarily been the main objective behind the using the distributed systems, any task can be partitioned across the various computers in the distributed systems. Actually, ഇവിടെ നേരത്തെ ഒരു സെൻട്രലൈസ് സെർവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രലൈസ് സെർവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ പെർഫോമൻസ് ബൈ കോസ്റ്റ് റേഷ്യോ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ കൂടുതലായാൽ കൂടിയും അവരുടെ പെർഫോമൻസ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ കൂടിയും അവരുടെ പെർഫോമൻസിന് അവിടെ ഒരു എന്താ പറയാ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ടാസ്ക് എല്ലാം അവര് പാർട്ടീഷൻ ചെയ്ത് പെർഫോം ചെയ്യുന്നത്. ഇത്രയും മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ, റിക്വയർമെന്റ്സ് അല്ലാതെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ഓഫർ ചെയ്യുന്ന വേറെ 2-3 അഡ്വാൻറ്റേജസും കൂടിയുണ്ട്. സ്കെയിലബിലിറ്റിയും മോഡുലാരിറ്റി ആൻഡ് ഇൻക്രിമെന്റൽ എക്സ്പാൻഡബിലിറ്റി ആണ്. സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രോസസ്സേഴ്സ് ആർ യൂഷ്വലി കണക്റ്റഡ് ബൈ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആഡിംഗ് മോർ പ്രോസസ്സർ ഡസ് നോട്ട് പോസ് എ ഡയറക്റ്റ് ബോട്ടിൽനെക്ക് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് അറിയാം വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി കേസസിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് പ്രോസസ്സസും കൂടെ ആഡ് ചെയ്താൽ കൂടിയും അവിടെ ഒരു ബോട്ടിൽ നെക്ക് അല്ലെങ്കിൽ ട്രാഫിക്കിന്റെ കാര്യം വരുന്നില്ല എന്നുള്ളതാണ് സ്കെയിലബിലിറ്റി കൊണ്ട് അവർ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് മോഡുലാരിറ്റി ആൻഡ് ഇൻക്രിമെന്റൽ എക്സ്പാൻഡബിലിറ്റി. Heterogeneous processes may be easily added into the system without affecting the performance as long as those processes are running the same middleware algorithms. Similarly, existing processes may easily replace by other processes. ഇവിടെ എക്സ്ട്രാ പ്രോസസ്സസും കൂടെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആഡ് ചെയ്താൽ കൂടിയും പെർഫോമൻസിനൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. ബിക്കോസ് ദേ റണ്ണിങ് ഓൺ ദി സെയിം മിഡിൽവെയർ അൽഗോറിതംസ് ആണ്. അപ്പോൾ മിഡിൽവെയർ അൽഗോറിതംസ് സെയിം ആയതുകൊണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സസിനെ വേണമെങ്കിൽ വേറെ പ്രോസസ്സസ് വെച്ച് റീപ്ലേസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് വേറെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾക്ക് മോഡുലാരിറ്റി ആൻഡ് ഇൻക്രിമെന്റൽ എക്സ്പാൻഡബിലിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രിമിറ്റീവ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിക്കേഷൻ. പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് സിസ്റ്റംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് പ്രിമിറ്റീവ്സ്, വേരിയസ് പ്രിമിറ്റീവ്സ് ആൻഡ് കോൾസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഒരു ആക്ച്വലി ബേസിക് ഓപ്പറേഷൻ ഓർ ബിൽഡിംഗ് ബ്ലോക്ക് ദാറ്റ് നോഡ്സ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം യൂസ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ. Higher level protocols and systems are composed from these primitives. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ട് പ്രൊസീജിയർ കോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ ഒരു ഈ പ്രിമിറ്റീവ്സിൽ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. റിമോട്ട് പ്രൊസീജിയർ കോൾസും മെസ്സേജ് ക്യൂസും ഒക്കെ അതെല്ലാം അത് യൂസ് ചെയ്തിട്ടാണ് അവര് ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ബേസിക് പ്രിമിറ്റീവ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. പ്രിമിറ്റീവ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിക്കേഷൻ അത് മെയിൻലി നമുക്ക് അറിയാം എന്താണ് സെൻഡ് ആൻഡ് റിസീവ് എന്ന പ്രിമിറ്റീവ്സ് ആണ് മെയിൻലി യൂസ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് സെൻഡ് ആൻഡ് റിസീവ് primitives are actually used. A send primitive has two parameters, destination and the buffer in the user space containing the data to be sent. സെൻഡ് എന്ന് പറഞ്ഞ പ്രിമിറ്റീവില് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഡെസ്റ്റിനേഷൻ ആൻഡ് ബഫർ ഇൻ ദ യൂസർ സ്പേസ് കണ്ടെയ്നിങ് ഡേറ്റ ടു ബി സെൻഡ്. ഏത് ഡേറ്റയാണോ സെൻഡ് ചെയ്യേണ്ടത് അത് യൂസർ സ്പേസിന്റെ ബഫറിൽ ഉണ്ടാവും.
അപ്പോൾ സെൻഡ് പ്രിമിറ്റീവില് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതാണ് ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്, ആ ഡെസ്റ്റിനേഷനും പിന്നെ ഒരു ബഫറും ഉണ്ടാവും. ആ ബഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡേറ്റയാണ് സെൻഡ് ചെയ്യേണ്ടത് ആ ഡേറ്റ ആ ബഫർ സ്പേസിൽ ഉണ്ടാവും. സിമിലർലി റിസീവ് പ്രിമിറ്റീവ് has at least two parameters: the source from which the data is to be received and the user buffer into which the data is to be received. റിസീവ് ചെയ്യുന്ന അതുപോലെ തന്നെ റിസീവ് പ്രിമിറ്റീവിനും രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏത് സോഴ്സിന്റെ ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരെണ്ണം യൂസേഴ്സ് ഒരു ബഫർ തന്നെയാണ്. ആ ബഫറിൽ ഏത് ഡേറ്റ റിസീവ് ചെയ്ത ഡേറ്റ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, ആ ഒരു ബഫർ ആയിരിക്കും റിസീവ് പ്രിമിറ്റീവിന്റെ ബഫർ ആയിട്ടുള്ളത്. Next is there are mainly two ways of sending data by making use of send primitives. Send primitive invoke ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവോക്ക് ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിൽ ഡേറ്റ സെൻഡ് ചെയ്യാം, ദാറ്റ് ഇസ് ബഫേർഡ് ഓപ്ഷൻ ആൻഡ് അൺബഫേർഡ് ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് സെൻഡ് പ്രിമിറ്റീവ്സ് ഇൻവോക്ക് ചെയ്യുമ്പോൾ ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ബഫേർഡ് ഓപ്ഷൻ. ബഫേർഡ് ഓപ്ഷൻ വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ കോപ്പീസ് ദ ഡേറ്റ ഫ്രം ദ യൂസർ ബഫർ ടു ദ kernel buffer. The data later then gets copied from the kernel buffer onto the network. In the unbuffered option, the data gets copied directly from the user buffer onto the network. സെറ്റ് പ്രിമിറ്റീവ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഡേറ്റ സെൻഡ് ചെയ്യാം? ഇത് രണ്ട് രീതിയിൽ സെൻഡ് ചെയ്യാം. ഒന്ന് ബഫേർഡ് ഓപ്ഷൻ വഴി സെൻഡ് ചെയ്യാം, ഒന്ന് അൺബഫേർഡ് ഓപ്ഷൻ വഴി സെൻഡ് ചെയ്യാം. ബഫേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ആണ്. അതിൽ ഈ ഡേറ്റ കോപ്പി ചെയ്ത് യൂസർ ഏത് ഡേറ്റയാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഡേറ്റ ആദ്യമേ തന്നെ ഒരു കേണൽ ബഫറിലേക്കാണ് കോപ്പി ചെയ്യുന്നത്. യൂസർ ബഫറിൽ ഡേറ്റ ഉണ്ടാവും, എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ആ ഡേറ്റ കേണൽ ബഫറിലേക്ക് സെൻഡ് ചെയ്ത് കേണൽ ബഫറിൽ നിന്ന് ആയിരിക്കും പിന്നെ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത്. പിന്നെ നെറ്റ്വർക്കിൽ നിന്ന് ഡയറക്ട്ലി സെൻഡ് ടു ദി സെൻഡർ, അങ്ങനെയാണ് റിസീവർ, അങ്ങനെയാണ് ചെയ്യുന്നത്. അൺബഫേർഡ് ഓപ്ഷനിൽ അങ്ങനെയല്ല. ഡേറ്റ ഗെറ്റ്സ് കോപ്പി ഡയറക്ട്ലി ഫ്രം ദ യൂസർ ബഫർ ഓൺ ടു ദ നെറ്റ്വർക്ക്. അപ്പം ബഫേർഡ് ഓപ്ഷനിൽ എന്താ പറയാ, കേണൽ ബഫർ യൂസ് ചെയ്തിട്ട് നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ അൺബഫേർഡ് ഓപ്ഷനിൽ ഡയറക്ട്ലി ഫ്രം ദി യൂസർ ബഫർ ടു ദി നെറ്റ്വർക്ക് ആണ് ചെയ്യുന്നത്. റിസീവ് പ്രിമിറ്റീവിൽ ആക്ച്വലി ബഫേർഡ് ഓപ്ഷൻ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. The following are some definitions of blocking, non-blocking, and synchronous and asynchronous primitives. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ബ്ലോക്കിംഗ്, നോൺ ബ്ലോക്കിംഗ്, സിൻക്രണസ്, അസിൻക്രണസ് പ്രിമിറ്റീവ്സ്. അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിൻക്രണസ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു സെൻഡ് അല്ലെങ്കിൽ റിസീവ് പ്രിമിറ്റീവിന്റെ കാര്യത്തിൽ നമ്മൾ സിൻക്രണസ് എന്ന് പറയുകയാണെങ്കിൽ ബോത്ത് ആർ ആക്ച്വലി ഇൻവോക്ഡ് അറ്റ് ദ സെയിം ടൈം ഓർ ബോത്ത് ആർ റെഡി ഫോർ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞിട്ടുള്ള ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഷേക്ക് വിത്ത് ഈച്ച് അതർ എന്നാണ്. ഹാൻഡ് ഷേക്ക് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഹാൻഡ് ഷേക്ക് എന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് പ്രിമിറ്റീവ് ഇൻവോക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊസസ്സർ ആയിരിക്കുമല്ലോ, മീൻസ് ഇവിടെ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് പ്രിമിറ്റീവിനെ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ a send primitive learn ചെയ്യും. Receive primitive is also invoked. That is receive primitive is also ready to receive the data എന്നുള്ളത് സെൻഡ് പ്രിമിറ്റീവിനെ മനസ്സിലാകുമ്പോഴായിരിക്കും ഇവിടെ സെൻഡ് പ്രിമിറ്റീവ് ഡേറ്റ സെൻഡ് ചെയ്യുന്നതും അടുത്ത റിസീവില് എന്താ പറയാ റിസീവറിൽ ഡേറ്റ റിസീവ് ചെയ്യുന്നതും. അപ്പൊ ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസീവർ അതിന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം വെച്ചാൽ റിസീവറിന്റെ യൂസർ ബഫറിൽ ഡേറ്റ എത്തി എന്നുള്ള ഉറപ്പ് വരുമ്പോഴാണ് ഈ സിൻക്രണസ് പ്രിമിറ്റീവ് എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുന്നത്. വെച്ചാൽ ഈ സെൻഡ് പ്രിമിറ്റീവ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് പ്രിമിറ്റീവിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ റിസീവ് പ്രിമിറ്റീവും റെഡി ടു ഡു ദെയർ ഓപ്പറേഷൻസ്. സെൻഡ് പ്രിമിറ്റീവ് ഈസ് റെഡി ടു സെൻഡ് ദെയർ, അത് ഓൾറെഡി ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിസീവ് പ്രിമിറ്റീവ് ഇൻവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഈ ഓപ്പറേഷൻസിന് റെഡിയാണ്. ദാറ്റ് ഇസ് സെൻഡിങ് ആൻഡ് റിസീവിങ് റെഡിയാണ്. ആ ഒരു സമയത്ത് മാത്രമേ സെൻഡ് പ്രിമിറ്റീവ് ഡേറ്റ സെൻഡ് ചെയ്യുള്ളൂ. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർ അത് റിസീവ് ചെയ്ത ശേഷം യൂസർ ബഫറിൽ സേവ് ചെയ്തതിനു ശേഷം മാത്രമേ അത് ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ദാറ്റ്സ് ആക്ച്വലി സിൻക്രണസ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. അസിൻക്രണസ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത് സെൻഡ് പ്രിമിറ്റീവ് സെറ്റ് ടു ബി asynchronous if control run backs to the invoking process after the
Data item to be sent has been copied out of the user specified buffer. ഇവിടെ സെൻഡ് പ്രിമിറ്റീവ് ഇൻവോക്ക് ചെയ്തതിന് ശേഷം പ്രിമിറ്റീവിനെ ഇൻവോക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസർ ഇൻവോക്ക് ചെയ്യുകയാണ് ഡേറ്റനെ സെൻഡ് ചെയ്യാൻ. അങ്ങനെ സെൻഡ് പ്രിമിറ്റീവ് ഇൻവോക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റ ഡയറക്ട്ലി അത് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻഡ് ടു ദി യൂസർ ബഫറിലായിരിക്കും അത് ഡേറ്റ ഉണ്ടാവുന്നത്. ആ യൂസർ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ആ പർട്ടിക്കുലർ കൺട്രോള് ഡയറക്ട്ലി മറ്റെന്താണ്, നമ്മളുടെ ഏതാണോ ഇൻവോക്ക് ചെയ്ത പ്രോസസ്സിലേക്ക് കൺട്രോൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ അസിൻക്രണസ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രോസസ്സാണോ ഇൻവോക്ക് ചെയ്തിട്ടുള്ളത് പർട്ടിക്കുലർ സെൻഡ് പ്രിമിറ്റീവ് ഡേറ്റ യൂസർ ബഫറിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ പർട്ടിക്കുലർ പ്രോസസ്സിലേക്ക് തന്നെ കൺട്രോൾ പോകും. അതിനെയാണ് അസിൻക്രോണസ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. ഇത് സെൻഡ് പ്രിമിറ്റീവിന്റെ കാര്യത്തിൽ മാത്രമേ അസിൻക്രോണസിന്റെ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ റിസീവ് പ്രിമിറ്റീവ്സിൽ അസിൻക്രോണസ് റിസീവ് പ്രിമിറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് ബ്ലോക്കിംഗ് പ്രിമിറ്റീവ്സ്. ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിമിറ്റീവ് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് മീൻസ് അതിന്റെ ചില ഡേറ്റ റിസീവ് ചെയ്ത് വരെ ഫൈനൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ കൺട്രോൾ അവിടെ തന്നെ ഉണ്ടാവും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ റിട്ടേൺ ബാക്സ് ടു ദി ഇൻവോക്കിംഗ് പ്രോസസ്. ഏത് പ്രോസസ്സാണ് ഇൻവോക്ക് ചെയ്ത് അതിലേക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ കൺട്രോൾ പോവുള്ളൂ. അതിനാണ് ബ്ലോക്കിംഗ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. എ പ്രിമിറ്റീവ് ഇസ് ബ്ലോക്കിംഗ് ഇഫ് ദ കൺട്രോൾ റിട്ടേൺസ് ടു ദി ഇൻവോക്കിംഗ് പ്രോസസ് ആഫ്റ്റർ ദി പ്രോസസിംഗ് ഓഫ് ദി പ്രിമിറ്റീവ് കംപ്ലീറ്റ്സ്. അതൊരു അസിൻക്രോണസ് അല്ലെങ്കിൽ സിൻക്രോണസ് മോഡ് ഏത് വേണേലും ആവാം. ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് മീൻസ് എ പ്രിമിറ്റീവ് ഇസ് ബ്ലോക്കിംഗ് ഇഫ് ദി കൺട്രോൾ റിട്ടേൺസ് ടു ദി ഇൻവോക്കിംഗ് പ്രോസസ് ആഫ്റ്റർ ദി പ്രോസസിംഗ് ഫോർ ദി പ്രിമിറ്റീവ് കംപ്ലീറ്റ്സ്. ഇപ്പൊ സെൻഡ് പ്രിമിറ്റീവിന്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ സെൻഡ് പ്രിമിറ്റീവ് സെൻഡ് ചെയ്തു, അതിനെ ഇൻവോക്ക് ചെയ്തു, ഡേറ്റ യൂസർ സ്പേസിൽ സെൻഡ് ചെയ്തു, കേണൽ ബഫേർഡ് ആണെങ്കിൽ കേണൽ ബഫറിലേക്ക് സെൻഡ് ചെയ്ത് പിന്നെ അത് നെറ്റ്വർക്കിലേക്ക് പോകുന്നു. അപ്പൊ അത് ആ സെൻഡ് പ്രിമിറ്റീവിന്റെ അത് കംപ്ലീറ്റ് ആയി. സോ ഇറ്റ് വിൽ കൺട്രോൾ ബാക്ക് ടു ദി ഇൻവോക്കിംഗ് പ്രോസസ്. അതുപോലെ റിസീവിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. റിസീവ് പ്രിമിറ്റീവ് ഇൻവോക്ക് ചെയ്യുമ്പോൾ അത് ഡേറ്റ റിസീവ് ചെയ്യും. ഡേറ്റ റിസീവ് ചെയ്ത് യൂസർ സ്പേസിൽ അത് സേവ് ചെയ്യും. അപ്പൊ സേവ് ചെയ്യുന്ന വരെയാണ് കംപ്ലീഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻവോക്ക് ചെയ്ത പ്രോസസ്സിലേക്ക് കൺട്രോൾ പോകും. നെക്സ്റ്റ് is non-blocking primitives. A primitive is non-blocking if the control returns back to the invoking process immediately after the invocation, even though the operation has not complete. ബ്ലോക്കിംഗ് പ്രിമിറ്റീവ്സിലെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഇൻവോക്കിംഗ് പ്രോസസ്സിലേക്ക് കൺട്രോൾ പോകുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇൻവോക്ക് ചെയ്ത് ഉടനെ തന്നെ പോകും. എന്ന് വെച്ചാൽ അത് ഡേറ്റ സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കില്ല, ഇൻവോക്ക് ചെയ്ത് ഉടനെ തന്നെ അത് കൺട്രോൾ ഇൻവോക്കിംഗ് പ്രോസസ്സിലേക്ക് ഡയറക്ട്ലി പോയിന്റ് ചെയ്യും. For non-blocking, send control returns to the process even before the data is copied out of the user buffer. യൂസർ ബഫറിലേക്ക് അത് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നോക്കില്ല സെൻഡിന്റെ കാര്യത്തിൽ. ആക്ച്വലി സെൻഡിന് യൂസർ ബഫറിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് പോകണമല്ലോ. അപ്പൊ ഡേറ്റ യൂസർ ബഫറിൽ പോലും എത്തിയിട്ടുണ്ടോ എന്ന് നോക്കില്ല. ജസ്റ്റ് ഇൻവോക്ക് ചെയ്യുമ്പോൾ തന്നെ അത് അതിന്റെ കൺട്രോള് ഇൻവോക്ക് ചെയ്ത പ്രോസസ്സിലേക്ക് പോകും. നോൺ ബ്ലോക്കിംഗ് റിസീവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. റിസീവ് ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ കൺട്രോൾ തിരിച്ച് ഇൻവോക്ക് ചെയ്ത പ്രോസസ്സിലേക്ക് പോകും. അത് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ നോൺ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ്സിൽ ഒരു റിട്ടേൺ പാരാമീറ്റർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു സിസ്റ്റം ജനറേറ്റഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പാരാമീറ്റർ വഴിയാണ് അതിന്റെ സ്റ്റേറ്റസ് അറിയാൻ പറ്റുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ കോളിന്റെ അതിന്റെ ആ പർട്ടിക്കുലർ വർക്ക് സ്റ്റേറ്റസ് അറിയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ലെന്ന് അറിയാൻ പറ്റുന്നത് ഹാൻഡിൽ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഒരു പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും. ദ പ്രോസസ് ക്യാൻ ചെക്ക് ദ കംപ്ലീഷൻ ഓഫ് കോൾ ഇൻ 2 ways. 2 രീതിയിലാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇറ്റ് ക്യാൻ ബി കീപ് ചെക്കിംഗ് ഇഫ് ദി ഹാൻഡിൽ ഹാസ് ബീൻ ഫ്ലാഗ്ഡ് ഓർ പോസ്റ്റഡ്. ഹാൻഡിലിന്റെ സ്റ്റേറ്റസ് അനുസരിച്ചിട്ടായിരിക്കും. ഇവിടെ ഫിഗറിൽ കൊടുക്കുന്ന ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിന്റെ അതിന്റെ സ്റ്റേറ്റസ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലാഗ്ഡ് ആണോ പോസ്റ്റഡ് ആണോ നോക്കും. ഫ്ലാഗ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നുള്ളതിന്റെ അർത്ഥം.
Posted means already done the work. Second, it can issue a wait with the list of handles as parameters. The wait call usually blocks until one of the parameter handles is posted. അല്ലെങ്കിൽ അത് വെയിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും. കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ആ വെയിറ്റ് ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെല്ലാം വെയിറ്റ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. അവിടുത്തെ ആ ഒരു സ്റ്റേറ്റസ് അനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പർട്ടിക്കുലർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വെയിറ്റിംഗിലാണോ, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് അങ്ങനെയാണ്. ആ ഹാൻഡിലിന്റെ സ്റ്റേറ്റസ് അനുസരിച്ചിട്ടായിരിക്കും. If at the time the wait is issued, the processing for the primitive has completed, the wait returns immediately. ഇപ്പൊ വെയിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ പ്രിമിറ്റീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. The completion of processing of the primitive is detected by checking the value of handle. If the processing of the primitives has not completed, the wait blocks and waits for the signal to wake it up. When the processing for the primitive completes, the communication system software sets the value for the handle key and wake up any process with a wait call blocked on this handle key. This is called posting the completion of the ഓപ്പറേഷൻ. ഇപ്പൊ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അത് അത് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഇനിയും വെയിറ്റ് ലിസ്റ്റിലാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് സെൻ പ്രിമിറ്റീവ്സിന്റെ വേർഷൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. Okay, thank you.